പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റാഗി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് കാഷ്യൂ കട്ട് ചെയ്തതും 10-15 ബദാമും കട്ട് ചെയ്തതും 1/4 കപ്പ് വെളുത്ത എള്ളും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതേ പാനിൽ തന്നെ 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് റാഗിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റായി വരുമ്പോൾ റാഗിപ്പൊടിയും നെയ്യും ചേർന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും. ഈ സമയത്ത് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ നനവൊന്ന് മാറി വരുന്നത് വരെ ഒരു 3-4 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ നനവൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പൊടിച്ച് വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇത് പൊടിച്ചിട്ട് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ശർക്കര മെൽറ്റായിട്ട് ഒറ്റനൂൽ പരുവൊന്നും ആകണ്ട. അങ്ങനെ ആയാൽ ലഡു വല്ലാതെ കട്ടിയായിട്ട് പോകും. തൊട്ട് നോക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് സ്റ്റിക്കിയായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിച്ചെടുത്ത് വെക്കാം. ഇനി കാഷ്യൂവും ബദാമും വെള്ളവും ഇട്ട് വെച്ച പാത്രത്തിലേക്ക് റാഗിപ്പൊടിയും തേങ്ങയും കൂടിയിട്ട് റോസ്റ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മെൽറ്റാക്കിയ ശർക്കര ചൂടോടുകൂടി തന്നെ കുറച്ചായി ചേർത്തിട്ട് ആദ്യം സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചൂടാറിയാൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിതെല്ലാം ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ റാഗി ലഡു തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.